ഇങ്ങനൊരു ഹദീസ് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉദ്ധരിക്കുന്ന വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ ലാഹിർ പ്രകടമാണ്. ഫീ അന്നഹാ ലാ തുംനഉൽ മസ്ജിദ, ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല. അതന്നെ അർത്ഥം. എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്താൽ മുക്കരിക്കാം, ഇവിടെ കഴുകണല്ലോ, അശ്ലീല അവിടെ നജസായല്ലോ, മലിനമായല്ലോ. അങ്ങനെ ഒരു ബാധകൻ ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ പക്ഷേ ബിശുറൂത്തിൻ, നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബിഈകളും സ്വയം ഉണ്ടാക്കിയതല്ല. ദക്കറഹൽ ഉലമ, അത് പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞതാ. അവർ സ്വന്തം വകയല്ല. മഅ്സൂറത്തുൻ മിനൽ അഹാദീസ്, ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ, ഓരോ ഹദീസുകളും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബിഈകളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മെച്ചല്ലാതെ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബിഈകളും കൈമാറുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത്? വഹുവ തകുന മുതതയ്യിബ. എല്ലാ ഷർത്തും ഒക്കെ ആണെങ്കിലും ഇന്നൊരു സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്താ ദീനുൽ ഇസ്ലാം നമ്മളൊക്കെ പറയാനുള്ള? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബുകളിലും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ